ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ LCB ബ്ലോഗ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ഒരു റിവ്യൂ ആണ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഐസർ പ്രോ 2049 പ്ലസ് ആണ്. ഇതിൻ്റെ ഒരു മോഡലും കൂടി ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് പ്രോ 2049 XP ആണ് വന്നത്. പിന്നെ ഇവിടെ ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ നമ്പർ പ്ലേറ്റ് KL07DH ആണ് വന്നത്. DH 3391 വന്നത്. അപ്പോൾ ഈ നമ്പറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ മാക്സിമോൻ്റെ നമ്പറാണ് 3391 എന്ന് പറയണത്. അപ്പോൾ ഇത് ആ നമ്പർ തന്നെയാണ് വന്നത്. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ എന്ന് പറയാൻ നമ്മുടെ ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇന്ന് അവിടെ ഷോറൂമിൽ പോയപ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എടുത്തു വെക്കാൻ പറ്റിയില്ല, ഫിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഫോഗ് ലാമ്പ് ഇല്ലാത്തത്. പിന്നെ നമ്മൾ പറയുവാണെങ്കിൽ വണ്ടീനെ പറ്റി പറയുവാണെങ്കിൽ നമ്മുടെ GVW എന്ന് പറയണത് 5495 വന്നത് GVW വണ്ടീൻ്റെ. പിന്നെ നമ്മുടെ ബോഡി ലെങ്ത് ഈ വണ്ടി 12 അടിയാണ് വന്നത്. ബോഡി 12 അടി വണ്ടിയാണ്. ഇത് BS6 എഞ്ചിനാണ് വന്നത് നമ്മുടെ. അപ്പം ഇതിനകത്ത് ആഡ് ബ്ലൂ ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഫ്രണ്ടിലത്തെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇത്രയാണേ ഉള്ളൂ. നമുക്ക് സൈഡിലോട്ട് പോവാം, അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ക്യാബിനിലോട്ട് തന്നെ പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ ക്യാബിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. നമ്മുടെ വണ്ടീൻ്റെ സ്പെഷ്യൽ കാര്യം എന്ന് പറയണത് AC ക്യാബിനാണ് വന്നത്. ഇവിടെ നോക്കിയാൽ അറിയാം. ഇവിടെ ഇപ്പം AC ഓൺ ആക്കാം. AC-ക്ക് 3 മോഡാണ് ഉള്ളത്. നമ്മുടെ സാധാ AC ഇല്ലാത്ത ഫാൻ മാത്രം ഉള്ളത് എല്ലാ വണ്ടികളുടെയും പോലെ. പിന്നെ നമുക്ക് സാധാ AC ഉണ്ട്, AC ഹൈയും ഉണ്ട്. അപ്പൊ കുറച്ചും കൂടി തണുപ്പ് കൂടുതലായിരിക്കും. എന്ന് പറഞ്ഞാൽ ചൂടുകാലത്തൊക്കെ തണുപ്പ് കൂടുതലായിരിക്കും. പിന്നെ പറയാനുള്ളത്, ഇത് ഇങ്ങനെ AC ആവാൻ കാരണം പുതിയ നിയമം വന്നിട്ടുണ്ട്. ഇനിയുള്ള എല്ലാ വണ്ടികളും ജൂൺ മുതൽ ജൂലൈ ആ സമയത്ത് മാനുഫാക്ചർ ചെയ്യണ എല്ലാ വണ്ടികളും AC ആവണമെന്നുള്ളൊരു റൂൾ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് AC വന്നേക്കണേ. പിന്നെ നമുക്ക് ഇവിടെ ഒരു റേഡിയോ സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ നമ്മുടെ 12 വാട്ട്സിന്റെ ഒരു ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ സ്റ്റിയറിംഗിന്റെ ഗിയർ ഉണ്ട്, ഹാൻഡ് ബ്രേക്ക് ഉണ്ട്. പിന്നെ നമുക്ക് ക്രൂയിസ് കൺട്രോൾ ഉണ്ട്. നമുക്ക് 4 AC വെന്റ്സ് ആണ് വന്നത്. പിന്നെ ഇവിടെ നല്ലൊരു ഡാഷ്ബോർഡില് സ്പേസും വരുന്നുണ്ട്, നല്ല സ്റ്റോറേജിന് ഉള്ള സ്പേസ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഫോൺ കുത്തിയിട്ടിട്ട് ഇവിടെ ഫോൺ വെക്കാനുള്ളൊരു ചെറിയൊരു സ്പേസ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ എല്ലാ വണ്ടികളെയും പോലെ ലൈറ്റ് ഉണ്ട്, 2 ലൈറ്റ് ഉണ്ട്. പിന്നെ ക്യാബിനില് ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മള് ലൈറ്റ് ഒക്കെ വാങ്ങിച്ചത്. വെക്കാനായിട്ടുള്ള ഹോണും ഉണ്ട്. അപ്പൊ വെക്കാൻ പറ്റാത്തോണ്ടാണ് ഇതിനകത്ത് ഇരിക്കണത്. ഫോഗ് ലാമ്പാണ് രണ്ടും. നമുക്ക് ഗിയർ വന്നത് 5+1 ആണെന്ന് പറഞ്ഞാൽ 5 ഫോർവേഡും 1 റിവേഴ്സും ആണ് വന്നത്. പിന്നെ ഒന്നും പറയാനില്ല, ക്യാബിന്റെ അകത്ത് ഇത്രയാണുള്ളൂ. നമുക്ക് പുറത്തെ വിശേഷങ്ങളിലോട്ട് കിടക്കാം. അപ്പൊ ഗൈസ്, നമ്മള് വണ്ടീന്റെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് 100 HP-ല് അറ്റ് 3200 RPM-ലാണ് വന്നത്. പിന്നെ നമുക്ക് ഈ ക്യാബിൻ ടിൽറ്റബിൾ ആണ് സാധാ വണ്ടികളുടെ പോലെ. പിന്നെ നമ്മൾക്ക് നമ്മുടെ ബാറ്ററി വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഫ്യൂവൽ ടാങ്ക് വരുന്നുണ്ട്. ഫ്യൂവൽ ടാങ്കിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 60 ലിറ്റർ ആണ്, ഡീസൽ വണ്ടിയാണ്. പിന്നെ നമ്മുടെ DF ആഡ് ബ്ലൂ ടാങ്ക് വന്നത് കപ്പാസിറ്റി വന്നത് 27 ലിറ്റർ ആണ് വന്നത്. പിന്നെ ടയർ സൈസ് വന്നത് 750 ആണ് വന്നത്. റേഡിയർ അപ്പോൾ 750/16 ആണ് വന്നത്. റേഡിയേറ്ററാണ് വന്നത് ടയർ സൈസ്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയതാണ്, നമ്മുടെ വണ്ടി സ്മാർട്ട് സിറ്റി ട്രക്കാണ്.
നമുക്ക് സ്മാർട്ട് സിറ്റി ട്രക്കാണ് നമ്മുടെ വണ്ടി. നമുക്ക് ഒരു സ്മാർട്ട് സിറ്റി ട്രക്ക് ഉണ്ട്. പിന്നെ ഇപ്പൊ രണ്ടാമത് എടുത്താണിത്. പിന്നെ നമ്മുടെ ബോഡി വരണത് ശ്യാമേന്റെ ബോഡിയാണ്. അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നമ്മളെല്ലാ വീഡിയോയിലും പറയണ പോലെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇവിടെ 4 സെൻസർ വരണ്ട്. പിന്നെ നമ്മുടെ ക്രാഷ് ഗാർഡ് വന്നിട്ടുണ്ട്. ഈ സൈഡിലോട്ട് പോവാണെങ്കിൽ സ്റ്റെപ്പിനെയും സൈലൻസർ ഒക്കെ വരുന്നുണ്ട്. അപ്പോ പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയേക്കണ വിഭീഷണനും പ്രതീക്ഷനോടുമാണ്, പിന്നെ നമ്മുടെ ശ്യാമേനോടുമാണ്. അപ്പൊ അവരൊക്കെയായിരുന്നു നമ്മുടെ വണ്ടി എടുത്തപ്പോ സഹായിച്ചത്. പിന്നെ നമ്മള് വണ്ടി എടുക്കാൻ ബുക്ക് ചെയ്യാൻ പോയപ്പോ അവിടെ നമുക്ക് ജിമ്മി സാർ ഉണ്ടായിരുന്നു. ജിമ്മി സാറിന് എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്റെ വീഡിയോ ഒക്കെ കാണണ്ട അവിടെ ഗ്രൂപ്പിൽ ഫുൾ ഇട്ടു. അപ്പൊ ജിമ്മി സാറിനോടുള്ള നന്ദി ഞാൻ പറയുന്നു. പിന്നെ നമുക്ക് ഇത്രയാണ് ഈ വണ്ടീനെ പറ്റി പറയാനുള്ളത്. അപ്പൊ നമുക്ക് ഇതിനേക്കാളും നല്ലൊരു അടുത്ത വീഡിയോയിൽ കാണാമെന്നുള്ള പ്രതീക്ഷ കൊണ്ട് നമുക്ക് പോവാണ്. പിന്നെ നിങ്ങൾക്ക് ഒരു ചലഞ്ച് ഉണ്ട്. ഇത് എവിടെയാണെന്നൊന്ന് ഗസ് ചെയ്യാ, എന്നിട്ട് കമന്റ് ബോക്സിൽ ഇടുക. മിക്കവർക്കും മനസ്സിലായി കാണും, പക്ഷെ എന്നാലും നിങ്ങളെ ഇടുക. അപ്പൊ ഭയങ്കര മഴ വരികയാണ്. അപ്പൊ ഞാൻ പോവുകയാണ്. അപ്പൊ ബൈ ബൈ. അപ്പൊ പോണേക്കാൾ മുന്നേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. നന്ദി.